നടക്ക് നടക്ക്. വേണ്ട വേണ്ട വേണ്ട. ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്തിനാ രണ്ട് പാചകം? എന്തിനാ മാഡം വേറെ വേറെ രണ്ട് പാചകം? ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയോ ആയിക്കോട്ടെ. ഇനി ഞങ്ങൾ അനുവദിക്കില്ല അത്. വീട്ടിൽ രണ്ട് ആണുങ്ങളും ഉണ്ട്, രണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. ഇനി പാചകം ഒരു ദിവസം മെൻസ് ഡബിൾസ്, ഒരു ദിവസം ലേഡീസ് ഡബിൾസ്. എന്താ മിക്സഡ് ഡബിൾസും കൂടെ ആയാലോ? എന്താ ഇത് എല്ലാവരും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു, സാറ് മാത്രം ചിരിക്കുന്നേയില്ല. ഞാൻ സാറിനൊരു പേരിട്ടിട്ടുണ്ട്. എന്താ അത്? അയ്യോ സത്യം. എന്താ എന്ത് പേരാ? ഞാൻ കാണിക്കില്ല. എന്ത് പേരാടാ? പറഞ്ഞു കൊടുത്തേക്ക്. സാർ അല്ലെങ്കിലേ ചിരിക്കില്ല, ഇത് കണ്ടാ പിന്നെ മതി. നരസിംഹറാവു ആണോ ഞാൻ? സാറിനെ ചിരിപ്പിച്ചില്ലേ? കൺകാസ്ബറിലെ മനസ്സിലാവുന്നില്ലല്ലോ. എപ്പോഴെപ്പോഴും ULM എന്ന് ചോദിക്കുന്നു, അതിന് മറുപടി ILU എന്ന് പറയുന്നു. എന്താ ഇത്? ഏയ് എന്ന് വെച്ചാൽ എന്താന്ന് പറ. അതൊന്നുമില്ലെന്നേ, ചുമ്മാ കോഡ് ഭാഷ മാതിരി അത്രേ ഉള്ളൂ മാഡം. ഇപ്പോ ഹൗ ഡു യു ഡു, സുഖമാണോ, അതൊക്കെ ചോദിക്കുന്ന പോലെ. ഓഹോ, എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്താന്ന്? ULM. എന്താ ബോസ്ക്ക് മറുപടി ഒന്നും പറയാതിരിക്കുന്നത്? ULM. ഇതിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ചിരിക്കാതെ. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിക്കാലോ, ULM. ILU. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നേ? എന്തെങ്കിലും ചീത്ത വാക്ക്? അല്ല മാഡം, ULM എന്ന് പറഞ്ഞാൽ യു ലവ് മീ എന്നർത്ഥം. ILU എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നർത്ഥം. ഏയ്, എന്താ മൂടിയിരിക്കുന്നത്? യു ലവ് മീ? ഐ ലവ് യു. തത്തയെ പോലെ നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, വട്ടു പിള്ളേരെ പോലെ ഞാൻ മറുപടിയും പറയുന്നു. എന്താ ഭാവിയെ കുറിച്ച് ഓർത്ത് ഭയക്കുന്നു നീ? അതെ, ഒരു ലക്ഷ്യമില്ലാത്ത നമ്മുടെ ജീവിതത്തെ ഓർത്ത് എനിക്ക് പേടിയാവുന്നു. നോക്ക്, ഞാൻ വെറുതെ ഉത്തരവാദിത്തമില്ലാതെ കളിച്ചു നടക്കാണെന്നാണോ വിചാരിക്കുന്നത്? താമസിക്കാനുള്ള സ്ഥലം കിട്ടി, ജോലി അന്വേഷിക്കുന്നുണ്ട്. ഇതിനപ്പുറം ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യം നമ്മെ തന്നെ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം പോയ പോലെയാണടാ. നിന്നെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങിയത് ശരിയായില്ലേന്നൊരു തോന്നൽ. ഏയ്, ഞാനും നിന്നെ വിശ്വസിച്ചല്ല ഇറങ്ങി വന്നത്. എന്നാൽ എനിക്ക് എന്റെ തീരുമാനത്തിൽ ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് നിനക്ക് നിന്നെ തന്നെ വിശ്വാസമില്ലെന്നാ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞത്? നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം.
മോളെ ഇതിനിങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ്? ജീവിതത്തെ ഓർക്കുമ്പോൾ പേടിയില്ലേ? ജീവിതം എന്തോന്നു ഒരു പേടിയില്ല. ഇതെന്ത് ചെയ്താലും നീറ്റിൽ പോവേയില്ലല്ലോ. ഇങ്ങനെ തന്നെയാ, ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അടുത്ത നിമിഷമേ ഏയ് അത് കോംപ്രമൈസ് ആവും. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് കോംപ്രമൈസ് ആവുന്നത്? അതൊക്കെ വെരി ഈസി. അതിനൊരു വഴിയുണ്ട്, ഒരു ടെക്നിക്ക്. അത് ഒരു ഉമ്മ. ദേഷ്യം പോണ വഴി അറിയില്ല. ഏയ്, നിന്നെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല പിള്ളേരെ. മാഡം, ഞങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളുടെ കഥ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. എന്നാ കേൾക്കട്ടെ, ഞാൻ മനസ്സിലാക്കാം. ഞങ്ങൾ ലവേഴ്സ്, സ്ട്രേഞ്ച് ലവേഴ്സ്. വെവ്വേറെ മതം, വെവ്വേറെ ജാതി. രക്ഷകർത്താക്കൾ സമ്മതിക്കോ? അവർ ജാതി സ്പിരിറ്റുള്ളവർ. കാറ്റിന് വേലിയില്ല, കടലിന് മൂടിയില്ല. പ്രേമത്തിനെ കുടത്തിനുള്ളിൽ മൂടിവെക്കാൻ കഴിയുമോ? അടച്ചു വെച്ച് നോക്കൂ, ഭൂതത്തെ പോലെ അത് തകർത്ത് വെളിയിൽ വരും. അങ്ങനെയാണ് വെളിയിൽ വന്നത്. മതത്തെ വിട്ടു മാത്രമല്ല, ഞങ്ങളുടെ പേര് തന്നെ മാറ്റി. ഞാൻ മോസ്കോ ആയി, അവൾ ബെർലിനായി. ഇപ്പോൾ ആരേത് മതം കണ്ടുപിടിക്കാമോ? ഒരു ലിറ്റർ അടിച്ചോ? ആഹാ, വണ്ടി സൂപ്പറായിരിക്കുന്നല്ലോ. അതെ, ഈ വണ്ടി ആരുടേതാ? MLA സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുക. നമസ്കാരം സാർ. എപ്പോഴാണ് നാട്ടിൽ നിന്ന് വന്നത്? 2 ദിവസമായി. ടാങ്ക് ഫുൾ ചെയ്തേക്ക്. ഊട്ടിയിൽ തിയേറ്റർ കിട്ടുന്ന കാര്യം എന്തായി സാർ? മുനിസിപ്പാലിറ്റിക്കാരും കളക്ടർ ഓഫീസും വല്ലാതെ ശല്യം ചെയ്യുന്നു. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്. അതിന് ഏതെങ്കിലും വലിയ ആൾക്കാരെ കണ്ടാലേ നടക്കൂ സാർ. ആ, കറക്റ്റാ നിങ്ങൾ പറഞ്ഞത്. ഇന്ത്യക്കാരിലെ നമ്മൾ മഞ്ജി മാറ്റർ. നമസ്കാരമുണ്ട്. റെഡ്ഡിയാർ സാറേ, തിയേറ്റർ കേട്ടാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. പെട്രോൾ എത്ര സാറേ അടിക്കേണ്ടത്? പതിപോലെ തന്നെയാണ് സാറേ. ടാങ്ക് ഫില്ലിയടാ കഴുതേ. നിങ്ങളാരാണ്? ഞാൻ അനകാപള്ളി അപ്പാറാവും. ഈ ഊട്ടിയിൽ ജീവിക്കണ്ടേ എനിക്ക്, അതുകൊണ്ട് പേര് മാറ്റി നടക്കുക. ആർക്കും ഒറിജിനൽ പേര് അറിയില്ല. നിങ്ങൾ നമ്മളാളായി പോയില്ലേ, അതാ നിങ്ങളോട് എനിക്കൊരു ഇൻട്രസ്റ്റ്. ഊട്ടിയിലൊരു തിയേറ്റർ കെട്ടണം, അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ആരെ പിടിച്ച കാര്യം നടക്കും? എന്നെ പിടിച്ചാ മതി. ആ, മഞ്ജി മാറ്റർ. ഉള്ളം കയ്യിൽ ആളുണ്ട്, സ്ഥല MLA. പറഞ്ഞോളൂ, നമുക്ക് ഉടനെ തന്നെ പോയി മീറ്റ് ചെയ്യാം. ആ, നിങ്ങൾ പണക്കാരനല്ലേ, അയാള് നിങ്ങളെ ഇവിടെ വന്ന് കാണട്ടെ. വളരെ നന്ദി. ആ, അപ്പറാവ്, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കോ? ആ, എന്റെ ആവശ്യങ്ങൾ വളരെ കുറവാ. നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നോളൂ, അത് മതി.